ഡിയേഴ്സ്, വെൽക്കം ടു റേസ് ഐഗൺ. എന്റെ എല്ലാ മക്കൾക്കും റേസ് ഐഗണിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ആണ് മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറയുന്ന പാഠഭാഗം. വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞ ഒരു ചാപ്റ്റർ കൂടെയാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ്. അപ്പൊ അതിന്റെ ഒരു ആശയമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പൊ മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറയുന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. ONV കുറുപ്പ് മൈക്കൽ ആഞ്ചലോ നിർമ്മിച്ചിട്ടുള്ള ലാ പിയത്ത എന്ന ശില്പം കാണാൻ ഇടയാവുകയും അത് വളരെയധികം അദ്ദേഹത്തെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ശില്പമാണ്. ഈ ശില്പം എന്നാൽ പിന്നീട് 1972 മെയ് 21 വളരെയധികം മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തു? ചുറ്റിക കൊണ്ട് അത് തകർത്ത് കളഞ്ഞു. അപ്പൊ അതിലുണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ മനോവേദനയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു കവിതയാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറയുന്ന ഈ ഒരു കവിത. അപ്പം ഈ ഒരു മൈക്കൽ ആഞ്ചലോ നിർമ്മിച്ച ഈ ഒരു ശില്പം, അതായത് ശില്പം കണ്ടിട്ടാണ് ONV കുറുപ്പ് ഈ ഒരു കവിത എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ശില്പത്തിന് മൈക്കൽ ആഞ്ചലോ കൊടുത്തിരുന്ന പേര് എന്ന് പറയുന്നത് ലാ പിയത്ത എന്നാണ്. ലാ പിയത്ത എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് കരുണ, ദയ എന്നൊക്കെയാണ്. നമ്മുടെ യേശുവിന്റെ മരണശേഷം യേശുവിന്റെ മാതാവായിട്ടുള്ള കന്യാമറിയം അദ്ദേഹത്തിന്റെ ശരീരം തന്റെ മടിയിൽ ഏറ്റുവാങ്ങുന്ന ആ ഒരു ദയനീയമായിട്ടുള്ള ചിത്രമാണ് അദ്ദേഹം എന്താണ് ഈ ഒരു മാർബിൾ വെള്ളാരം കല്ല് പോലുള്ള മാർബിളിൽ എന്താണ് കൊത്തി നിർമ്മിച്ചിരിക്കുന്നത്. ആ ശില്പമാണ് നമ്മുടെ ONV കുറുപ്പിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ശില്പം തകർക്കപ്പെട്ടു എന്നൊരു വാർത്ത കേട്ട സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ആ ഒരു മനോവേദന, അല്ലെ ഞാനും ഈ ഒരു കാലഘട്ടത്തിലാണല്ലോ ജീവിച്ചിരിക്കുന്നത് എന്നതിലുള്ള ദുഃഖമൊക്കെയാണ് അദ്ദേഹം മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കവിത എഴുതാൻ ഇടയായത്. അപ്പൊ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ വരികളായിരിക്കും നമുക്ക് കൂടുതലും എന്താണ് ചോദ്യമായിട്ട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും വരികൾ ഏതെങ്കിലും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ നോക്കുക, അല്ലെങ്കിൽ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒടുവിൽ കുരിശിൽ നിന്നിറക്കി ജഡം, താഴെയൊരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്നോരമ്മതൻ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം. അപ്പം നമ്മുടെ ഈ ഒരു കവിതയുടെ ആദ്യ ഭാഗത്ത് ആ യേശുവിനെയും അതുപോലെ തന്നെ കന്യാമറിയത്തിന്റെയും ദുഃഖവും അവരനുഭവിച്ച ആ പീഡയും ഒക്കെയാണ് ആദ്യ ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത്. പിന്നീട് കവി എന്താണ് നമ്മുടെ ശില്പിയുമായിട്ട് താതാത്മ്യപ്പെടുന്ന രീതിക്കാണ് കവിത പറയുന്നത്. അവസാന ഭാഗത്ത് അദ്ദേഹം എന്താണ് ഈ ശില്പം തകർത്തതിനെ കുറിച്ചും അതുപോലെ തന്നെ മൈക്കൽ ആഞ്ചലോട് മാപ്പുമാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ വരിയിൽ ഇവിടെ എന്താണ് നമ്മുടെ യേശുവിന്റെ ആ ചിത്രമാണ് വിശദീകരിക്കുന്നത്. ഒടുവിൽ കുരിശിൽ നിന്നിറക്കി ജഡം, ആരുടെ ജഡം? നമ്മുടെ ജീവനറ്റിട്ടുള്ള യേശുവിന്റെ ആ ഒരു ശരീരം കുരിശിൽ നിന്നും എന്താണ് താഴേക്ക് ഇറക്കി. താഴെ ഒരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്നോരമ്മതൻ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം. അതായത് സൂര്യശില, സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്ന ആ അമ്മ ദുഃഖത്തിന്റെ ആർദ്രമായിട്ടുള്ള അലിവായിട്ടുള്ള ആ മുഖവുമായിട്ട് എന്താണ് ഒന്ന് പൊട്ടിക്കരയ പോലും ചെയ്യാതെ തന്റെ മകന്റെ ആ ജീവനറ്റിട്ടുള്ള ശരീരവുമായിട്ട് എന്താണ് അവിടെ ഇരിക്കുകയാണ്. വാത്സല്യാർത്ഥം താങ്ങിക്കിടത്തി മടിത്തട്ടിൽ. എവിടെയാണ് താങ്ങിക്കിടത്തിയത്? മടിത്തട്ടിലാണ്. എന്നിട്ടോ തൻ മകനുടെ ആറിത്തണുത്ത തിരുഗാത്രം. ഗാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ? ശരീരം എന്നാണ് ഗാത്രം എന്ന വാക്കിന്റെ അർത്ഥം. തന്റെ മകന്റെ ആറിത്തണുത്ത, അതായത് ആറിത്തണുക്ക് എപ്പോഴാണ്? നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ട് എന്ന് അർത്ഥം. അപ്പൊ ആ രക്തത്തിന്റെ ചൂട് ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ്? ജീവൻ അറ്റു എന്ന. അപ്പൊ ആറിത്തണുത്ത ശരീരം എന്ന് പറയുന്നത് ജീവൻ ഇല്ലാത്ത യേശുവിന്റെ ശരീരമാണ് ആ അമ്മ എവിടെ തന്റെ മടിത്തട്ടിൽ താങ്ങിക്കിടത്തിയത്. തണുത്ത ആ തിരുഗാത്രം, തിരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധമായിട്ടുള്ള ആ ശരീരം ആ അമ്മ എന്താണ് ഏറ്റുവാങ്ങി. ഇവിടെ യേശുവിന്റെ ശരീരത്തെ ഒരു വെൺലില്ലിപ്പൂവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരു വെൺലില്ലിപ്പൂവിൽ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകൾ ഉടലാകെ. അതായത് ഒരു വെളുത്ത ലില്ലിപ്പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വെളുത്ത ലില്ലിപ്പൂവിൽ ചുവന്ന രേഖകൾ കാണുന്നത് പോലെയാണ് വെളുത്ത യേശുവിന്റെ ശരീരത്തിൽ എന്താണ് ഇങ്ങനെ എല്ലാവരും കുന്തം കൊണ്ട് കുത്തിയും കല്ലെറിഞ്ഞും ഒക്കെ എന്താണ് ചോര വാർന്നിട്ടുള്ള ആ ഒരു ശരീരം കാണപ്പെടുന്നത്. അപ്പോൾ യേശുവിന്റെ വെളുത്ത ശരീരത്തിൽ ചോര വാർന്നൊഴുകുന്നത് കാണപ്പെടുന്നത് വെളുത്ത ലില്ലിപ്പൂവിൽ എന്താണ് ചുവന്ന രേഖകൾ കാണപ്പെടുന്നത് പോലെയാണ്. അപ്പൊ ആ വരി ഒന്ന് നിങ്ങൾ ആലോചിച്ചു വെക്കണം. ഒരു ലില്ലിപ്പൂവിൽ ശോണരേഖ, ശോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചുവന്ന രേഖകൾ പോലെയാണ് തിരുശോണിതം. ശോണിതം എന്ന് വെച്ചാൽ രക്തം എന്നാണ്. അപ്പൊ പരിശുദ്ധമായിട്ടുള്ള യേശുവിന്റെ ആ രക്തം എന്താണ്? വാർന്ന പാടുകൾ ഉടലാകെ. വെളുത്ത ശരീരത്തിൽ ആ പാടുകൾ, രക്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു.
താതാ നീ അവരോട് പൊറുക്കേണമേ എന്നുള്ള പാതി കൂമ്പിയ കണ്ണുകൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. താത എന്ന് വെച്ചാൽ ആരാണ്? പിതാവേ. നമുക്കറിയാം എന്താണ് 30 വെള്ളിക്കാശിനാണ് യേശുവിനെ ഒറ്റുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ എന്താ പറയുക, അത്രത്തോളം തന്നെ ചതിച്ചവരോട് പോലും എന്താണ് യേശു പറയുന്നത്? അവരോട് പൊറുക്കേണമേ എന്നുള്ളതാ. പിതാവേ നീ അവരോട് പൊറുക്കേണമേ, എന്നെ ഒറ്റുകൊടുത്ത യുദാസിനോട് പോലും എന്താണ് നീ പൊറുക്കേണമേ, ആ കള്ളന്മാരോട് പോലും പൊറുക്കേണമേ എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ അത്രത്തോളം മരിച്ച് കണ്ണുകൾ പൂടിയിട്ടുള്ള ആ കണ്ണുകൾ പോലും എന്താണ് മറ്റുള്ളവർക്ക് നല്ലത് വരുത്തണമേ, നന്മ വരുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. താതാ നീ അവരോട് പൊറുക്കേണമേ എന്നുള്ള പാതി കൂമ്പിയ കണ്ണുകൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ആ ഒരു നന്മയെ അല്ലെങ്കിൽ ആ ഒരു ചിന്താധാരയെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. തന്നിൽ നിന്ന് അടർന്നൊരു മുത്തിനെ ആരോ കൊത്തി നെഞ്ചകം പിളർന്നൊരു മുത്തിനെ വീണ്ടും തന്റെ അംഗത്തിൽ എതിരേൽക്കും പാഴ്ചിപ്പിയുടെ മൂകസങ്കടം പോലെ അമ്മയിരിപ്പു. കരയുവാൻ കണ്ണുനീരില്ല, തിരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെ ഉരുകാതെ വിങ്ങും ഉൾത്താപം പോലെ. അപ്പോൾ ഇനി എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് ആരെ കുറിച്ചിട്ടാണ്? നമ്മുടെ കന്യാമറിയത്തെ കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. തന്നിൽ നിന്ന് അടർന്നൊരു മുത്തിനെ, ഇവിടെ യേശുവിന്റെ അമ്മയെ അതായത് കന്യാമറിയത്തെ ഒരു ചിപ്പിയായിട്ടും ആ ചിപ്പിക്കുള്ളിലെ മുത്തായിട്ടുമാണ് ആരെ? യേശുവിനെ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിൽ നിന്ന് അടർന്നൊരു മുത്തിനെ, കന്യാമറിയത്തിൽ നിന്നും ജനിച്ചതാണ് ആര്? യേശു. ആ മുത്ത് എന്ന് പറയുന്നത് യേശുവിനെയാണ്. യേശുവിനെ ആരോ കുത്തി നെഞ്ചകം പിളർന്നൊരു മുത്തിനെ. അപ്പോൾ എന്താണ്? എല്ലാവരും കൂടെ ചേർന്ന് കുറ്റവാളിയാക്കി കുന്തം കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ എറിഞ്ഞ് എന്താണ് ഇല്ലാതാക്കിയ, ആ ജീവൻ എടുത്ത ആ ഒരു യേശുവിനെ വീണ്ടും തന്റെ അംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ മക്കളെ? മടിത്തട്ട്. വീണ്ടും ആ അമ്മ തന്റെ മടിത്തട്ടിൽ നിന്നും പിറന്നതാണ് ആ മകൻ. വീണ്ടും എന്താണ്? ആ ജീവൻ അറ്റിട്ടുള്ള ശരീരം ആ അമ്മ തന്റെ മടിത്തട്ടിലേക്ക് തന്നെയാണ് എതിരേൽക്കുന്നത്. അപ്പോൾ ആ അംഗത്തിൽ എതിരേൽക്കും പാഴ്ചിപ്പിയുടെ മൂകസങ്കടം പോലെ. അതായത് ചിപ്പിയിൽ നിന്നും ഒരു മുത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ചിപ്പി എന്താണ്? വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ്? പാഴാണ്, അത് അല്ലെങ്കിൽ ഉപയോഗശൂന്യമാണ്. അങ്ങനെയുള്ള ഇവിടെ ആ അമ്മ എന്താണ്? ഉപയോഗശൂന്യമായി. തന്റെ മകൻ മരിച്ചതോടുകൂടി ആ അമ്മ ഒന്നുമല്ലാതായി തീർന്നു എന്നാ പറയുന്നത്. അപ്പോൾ ആ ഒരു അമ്മ തന്റെ മടിത്തട്ടിലേക്ക് വീണ്ടും എന്താണ്? ആ മകനെ എതിരേൽക്കുകയാണ്. ആ അമ്മ സങ്കടം പോലെ ഇരിപ്പു, കരയുവാൻ കണ്ണുനീരില്ല. അമ്മയ്ക്ക് എന്താണ്? കരയുവാൻ വേണ്ടി അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പോലും വരുന്നില്ല. ഇത് പൊട്ടിക്കരയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുകയോ പോലും എന്താണ് കന്യാമറിയം ചെയ്യുന്നില്ല. അപ്പൊ ആ കന്യാമറിയത്തിന്റെ ആ ഒരു സങ്കടഭാവത്തെയും എന്താണ് ONV കുറിപ്പ് ഇവിടെ വിശദീകരിക്കുകയാണ്. കരയുവാൻ കണ്ണുനീരില്ല, തുരിയാടുവാൻ വാക്കില്ല, ഒന്ന് സംസാരിക്കാൻ എന്താണ് ആ അമ്മയുടെ എന്താ പറയുന്നത് മനസ്സിൽ നിന്ന് ഒരു വാക്ക് പോലും വരുന്നില്ല. പിന്നെ അതുപോലെ എന്താണ്? വിങ്ങും ഉൾത്താപം പോലെ. അത്രത്തോളം ഉള്ളിൽ സങ്കടമുണ്ട്. പക്ഷെ എന്താണ്? അത് പുറത്ത് കാണിക്കാതെയാണ് കന്യാമറിയം അവിടെ ഇരിക്കുന്നത്. ഉറ്റുനോക്കി ഞാൻ നിൽക്കേ. അങ്ങനെ എവിടെ ആരെയാണ് ഉറ്റുനോക്കി നിൽക്കുന്നത്? നമ്മുടെ ONV കുറിപ്പ് ഉറ്റുനോക്കി നിൽക്കേ. പിന്നെയും പിയത്തെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ എന്നിൽ ഉദിക്കുന്നു. ആ പിയത്തെ ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പിയത്ത എന്ന് പറയുന്ന ആ ശില്പത്തെ ഞാൻ കാണുന്ന സമയത്ത് ഇതുപോലെ യേശുവിന്റെ എന്താണ് ഒരുപാട് ആ യേശു അനുഭവിച്ചിട്ടുള്ള പീഡകൾ ഒക്കെ എന്താണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും എന്താണ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. വീണ്ടും ഉജ്ജ്വലമായി ആ മുഹൂർത്തങ്ങളൊക്കെ എന്താണ് എന്നിൽ ഉദിക്കുന്നു. ONV കുറിപ്പ് പറയുന്നതാണ്, ദൃക്സാക്ഷിയാകുന്നു ഞാൻ അമർത്യായിൽ നിന്നും എത്തും ഔസേപ്പിനൊപ്പം ഗലീലി സ്ത്രീകൾക്കൊപ്പം അറിവേൻ അടുത്തറിവേൻ ഭൂമിക്കൊപ്പം അഴലിൻ ചുമടുമായി ഇരിക്കും ഒരു അമ്മയെ. എന്താണ്? ദൃക്സാക്ഷിയാകുന്നു. അന്ന് നമ്മുടെ യേശുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് യേശുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് ആര്? നമ്മുടെ ഔസേപ്പും അതുപോലെ തന്നെ ഗലീലി സ്ത്രീകളും. യേശുവിന് ആശ്വാസമേകുന്നത് അല്ലെങ്കിൽ വീശുന്നതും വെള്ളം കൊടുക്കുന്നതൊക്കെ ഇവരാണ്. അപ്പോൾ ആ ആളുകൾക്കൊപ്പം ഗലീലി സ്ത്രീകൾക്കും ഔസേപ്പിനും ഒപ്പം എന്താണ് യേശുവിനെ കുരിശിൽ തറച്ച ആ രംഗത്തിന് ഞാനും ദൃക്സാക്ഷിയാകുന്നു എന്ന് ONV കുറിപ്പിന് തോന്നുന്നു. അറിവേൻ അടുത്ത് അറിവേൻ ഭൂമിക്കൊപ്പം, ഭൂമിയെ പോലെ എന്താണ് അത്രത്തോളം സങ്കടം അനുഭവിക്കുന്ന ഒരു അമ്മയെ ഞാൻ എന്താണ് അതോടൊപ്പം അടുത്തറിയുന്നു. അറിവേൻ അടുത്തറിവേൻ ഭൂമിക്കൊപ്പം അഴല് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ? ദുഃഖം. അഴലിൻ ചുമടുമായിരിക്കും ഒരു അമ്മയെ. ആരാ ഈ അമ്മ? കന്യാമറിയത്തെ. മൃതി ആശ്ലേഷിച്ചാലും, മൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം വന്നാലും, മൃതി ആശ്ലേഷിച്ചാലും പിന്നെയും മാതാവിന്റെ മടിയിൽ ഉയർത്തേടി അണയും തൃപുത്രനെ. അതായത് നമുക്കറിയാം എല്ലാ അമ്മമാരുടെയും ആ ഒരു മടിത്തട്ട് എന്ന് പറയുന്നത് മകന് പോലും എന്താണ് ജീവൻ വെപ്പിക്കാൻ കഴിവുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മടിത്തട്ടിലേക്കാണ് ആ ഒരു അമ്മ എന്താണ് തന്റെ മകന്റെ ജീവൻ അറ്റിട്ടുള്ള ആ ശരീരം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. തൃപുത്രൻ എന്ന് വെച്ചാൽ സ്വന്തം പുത്രനെ. നന്ദി ഓതുന്നു ഞാൻ ഗൈഡിനും വത്തിക്കാനും. അപ്പോൾ നന്ദി പറയുകയാണ് ആർക്കൊക്കെ? ഗൈഡിനും വത്തിക്കാനും. കാരണം ഗൈഡാണ് ഈ ഒരു ശില്പത്തെ വിശദീകരിച്ച്
പ്രത്യേകിച്ച് ആർക്ക് കൊടുത്തത്? ONV കുറുപ്പിന് വിശദീകരിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ വത്തിക്കാനിലാണ് ഈ ഒരു ശില്പം അല്ലെ എന്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വത്തിക്കാനും ഗൈഡിനും എന്താണ് ഞാൻ നന്ദി പറയുന്നു. അവർക്ക് മാത്രമാണോ നമ്മുടെ ONV കുറുപ്പ് നന്ദി പറയുന്നത്? അല്ല. പിന്നെയോ പ്രിയപ്പെട്ട മൈക്കലാഞ്ചലോ, നന്ദി എന്നൊരായിരം സ്പന്ദന പുഷ്പങ്ങൾ നിൻ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു. നിനക്കും എന്താണ് പ്രത്യേകിച്ച് ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ള മൈക്കലാഞ്ചലോ നിങ്ങൾക്കാണ് ഞാൻ എന്താണ് നന്ദി അർപ്പിക്കുന്നത്. എങ്ങനെ? എൻ്റെ സ്പന്ദന പുഷ്പങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പുഷ്പങ്ങൾ, പുഷ്പങ്ങളായിട്ടുള്ള തുടിപ്പുകളാണ് ഞാൻ എന്താണ് നിങ്ങൾക്ക് മുൻപിൽ അർപ്പിക്കുന്നത്. അത്രത്തോളം എന്താണ് ആ ഒരു ശില്പം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് ഈ ഒരു വാക്കിലൂടെ അദ്ദേഹം പറയുന്നത്. എന്നിട്ടോ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു. നിൻ കരം മുത്തുന്നു, നിന്റെ കൈകൾ എന്താണ് മുത്തുന്നു, കാരണം ആ കൈകൾ കൊണ്ടാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. നിൻ കരം മുത്തുന്നു ഞാൻ, നിൻ കൈകൾ ചലിപ്പതു കാണുന്നു ഞാൻ. അല്ലെ, എങ്ങനെയാണ് ആ കൈകൾ? ഇനി അടുത്തത് ആ ശില്പം നിർമ്മിക്കുന്ന സമയത്ത് ഇപ്പോൾ യേശുവിന്റെയും ആ കന്യാമറിയത്തിന്റെയും ദുഃഖത്തോടൊപ്പം ONV കുറിപ്പ് ചേരുന്ന രീതിക്കാണ് കവിതയുടെ ആദ്യ ഭാഗം വായിച്ചത്. ഇനി അടുത്തത് ഈ ശില്പം നിർമ്മിക്കുന്ന സമയത്ത് ONV കുറിപ്പ് എന്താണ് ഈ ഒരു ശില്പിയോടൊപ്പം മൈക്കലാഞ്ചലോടൊപ്പം ഉണ്ടായിരുന്നത് പോലെയാണ് പിന്നീട് വരുന്ന വരികൾ വിശദീകരിക്കുന്നത്. നിൻ കൈകൾ ചലിപ്പത് കാണുന്നു ഞാൻ, അതിൻ സർഗമംഗല ഗാനം കേട്ടു നിൽപ്പു ഞാൻ. അതായത് നിന്റെ കൈകൾ ചലിക്കുന്നത്, നീ ആ ശില്പം നിർമ്മിക്കുന്നത് എന്താണ് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ നിന്റെ സർഗമംഗലം കേട്ടു നിൽപ്പു ഞാൻ. ആ ഒരു എന്താ പറയുന്നത് നല്ലൊരു കാര്യത്തിനുള്ള സംഗീതം, ആ ശില്പത്തിന് കൊട്ടുന്ന ആ ഒരു സംഗീതം എന്താണ് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ സംഗീതവും എന്താണ് ഞാൻ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിർനിദ്രമാം എന്ന് വെച്ചാൽ എന്താണ് ഉറക്കമില്ലാത്ത, നിർനിദ്രമാം നിന്റെ രാവുകൾ വിയർത്തുരുകും പകലുകൾ പങ്കിടുന്നു ഞാൻ. നിന്റെ ഉറക്കമില്ലാത്ത രാത്രികളും അല്ലെ എന്താണ് പകലുകളിൽ നീ അത്രത്തോളം വിയർത്തുരുകിയതും ഒക്കെ എന്താണ് നിന്നോടൊപ്പം ഞാൻ പങ്കിടുന്നുണ്ട്. നീ അത് എത്രത്തോളമാണ് ഈ ഒരു ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തത് അല്ലെങ്കിൽ യത്നിച്ചത്, അതോടൊപ്പം എന്താണ് ഞാനും നിന്റെ കൂടെയുണ്ട്. പിന്നെ നീ ഒത്തു പാനം ചെയ്തു ഞാൻ, തെല്ലിട മയങ്ങുന്നു ഞാൻ, നിന്റെ സ്വപ്നത്തിൽ ഉൽഫുല്ലമാം സൗന്ദര്യത്തെ കണ്ടു പൈതലെ പോലെ. അപ്പൊ എന്താണ് നിന്നോടൊപ്പം പാനം ചെയ്തു, നിന്നോടൊപ്പം അല്ലെ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും അതുപോലെ തന്നെ നിന്നോടൊപ്പം തെല്ലിട കുറച്ചു നേരം മയങ്ങുകയും ചെയ്തു. നീ എത്ര കുറച്ച് സമയം വിശ്രമിച്ച് അത്രയും സമയം എന്താണ് ഈ ഒരു ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ആയിരുന്നു. അപ്പൊ അതോടൊപ്പം എന്താണ് ഞാനും ഉണ്ടായിരുന്നത് പോലെ കവിക്ക് തോന്നുന്നു. അതുപോലെ ഞാൻ നിന്റെ സ്വപ്നത്തിൻ ഉൽഫുല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പൂക്കളില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം ഉണങ്ങിയ കരിഞ്ഞിട്ടുള്ള ഒരു മരത്തിൽ പൂക്കൾ ഉണ്ടാകുന്നത് പോലെ അതായിരുന്നു നമ്മുടെ മൈക്കലാഞ്ചലോ കണ്ട സ്വപ്നം. അത്രത്തോളം എന്താണ് ഒരു മരത്തിൽ പൂവുകൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ മനോഹരമാക്കണം ഈ ഒരു ശില്പം എന്നതായിരുന്നു ആരുടെ മൈക്കലാഞ്ചലോയുടെ സ്വപ്നം. അപ്പൊ ആ ഒരു സ്വപ്നം എന്താണ് ഞാൻ കണ്ടു. ഒരു പൈതലെ പോലെ ഒരു കുഞ്ഞിനുണ്ടാകുന്ന കൗതുകത്തോടു കൂടി എന്താണ് നീ ആ ശില്പം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഭാവനയാണ് കേട്ടോ കവിയുടെ. എന്നിട്ടോ പുഞ്ചിരിപ്പു ഞാൻ വീണ്ടും ഉണർന്ന കുളിർ വെണ്ണ കല്ലിനുമീതെ നിന്റെ ചുറ്റികയൊരു കരിവണ്ട് പോൽ ചുറ്റിപ്പറന്ന് ഉളിതൻ നെറുകയിൽ ചുംബിക്കും ഹർഷോന്മാദ സീൽക്കാരം കേൾക്കുന്നു ഞാൻ. അപ്പോൾ ഇനി അടുത്തത് ആ ശില്പം നിർമ്മിക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് നമുക്കറിയാം, ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ചുറ്റികയും വേണം, ഉളിയും വേണം. അപ്പോൾ പുഞ്ചിരിപ്പു ഞാൻ ഒരു പൈതലിനെ പോലെ പുഞ്ചിരിക്കുകയാണ്. വീണ്ടും ഉണർന്ന്, അതായത് നീ ഉറങ്ങിയിട്ട് വീണ്ടും ഉണർന്നിട്ട് മാർബിളിന്റെ വെളുത്ത കല്ലിലാണ് ഈ ഒരു ശില്പം നിർമ്മിക്കുന്നത്. എന്താണ് ഉണർന്ന് അത്രത്തോളം വെളുത്ത കല്ലിനു മീതെ നിന്റെ ചുറ്റിക, ആ വെളുത്ത മാർബിളിനു നേരെ നിന്റെ എന്താണ് ചുറ്റിക ഇങ്ങനെ ഒരു കരിവണ്ട് പോൽ. ഇവിടെ ചുറ്റികയെ എന്തുകൊണ്ടാണ് ഉപമിക്കുന്നത്? കരിവണ്ടിനോടാണ്. അപ്പോൾ കരിവണ്ട് പോൽ നിന്റെ ചുറ്റിക എങ്ങനെയാണ് ഉളിയുടെ നെറുകയിൽ ചുംബിക്കും. ഉളിയുടെ നെറുകയിൽ ചുംബിക്കുന്ന കരിവണ്ടായിട്ടാണ് എന്തിനെ ചുറ്റികയെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശില്പം ഒരു പൂവായിട്ടുമാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ചുംബിക്കും ഹർഷോന്മാദ സീൽക്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ആ ഒരു ശബ്ദം എന്താണ് ഞാൻ കേൾക്കുന്നു. അപ്പോൾ ആ ചുറ്റിക ഒരു കരിവണ്ട് പോൽ ഉളിയുടെ നെറുകയിൽ ചുംബിക്കുന്ന ആ ശബ്ദം എന്താണ് ഞാൻ കേൾക്കുന്നു. ഇന്നലെ വെറും ജഡശിലയായിരുന്നതിൽ നിന്ന് നീ എന്താണ് കരുണതൻ ഭാവഗാനത്തെ തൊട്ടുണർത്തവേ. ഈ ഒരു ശില എന്ന് പറയുന്നത്, ഈ ഒരു കല്ല് എന്ന് പറയുന്നത് ഇന്നലെ എന്താണ് വെറും ജഡമായിരുന്നു, ജീവനില്ലാത്തതായിരുന്നു അല്ലെ. ആ ജീവനില്ലാത്ത കല്ലിലാണ് എന്താണ് യേശുവിനെയും അതുപോലെ തന്നെ യേശുവിനെ മടിയിൽ താങ്ങിക്കിടത്തുന്ന മാതാവിനെയും ഒക്കെ എന്താണ് നീ ഭാവന കണ്ടത്. അപ്പൊ അത്രത്തോളം നിന്റെ ഭാവന ആ കല്ലിൽ എന്താണ് ആ കല്ലിനെ ഒരു പുതിയ ജീവൻ കൊടുത്തു. ആ കല്ല് കരുണതൻ ഭാവഗാനത്തെ തൊട്ടുണർത്തവേ. കരുണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാ പിയത്ത എന്നതാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ഒരു സ്റ്റാർ കാണാം നിങ്ങൾക്ക്. അപ്പൊ കരുണതൻ ഭാവഗാനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാ പിയത്ത എന്നൊരു ശില്പത്തെ നീ എന്താണ് ആ ഒരു കല്ലിൽ
ഉള്ളിൽ കണ്ടു. തൊട്ടുണർത്തവേ നിന്നോടൊത്തുണർന്നു ഞാൻ, നിന്നോടൊത്തുറങ്ങി ഞാൻ, നിന്നോടൊത്ത് അനശ്വരനായി ഞാൻ. നീ ആ ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ എത്ര എഫേർട്ടാണ് അതിനു വേണ്ടി എടുത്തത്, പ്രയത്നിച്ചത്. അപ്പൊ അതിനോടൊപ്പം എന്താണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു, നിന്നോടൊത്ത് ഞാൻ അനശ്വരനായി, നിന്നോടൊത്ത് ഞാൻ എന്താണ് അത്രത്തോളം എല്ലാവരും അറിയപ്പെടുന്ന രീതിക്ക് ആയി. ആ ഒരു ശില്പം മതി മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇത്രയും നമ്മൾ എന്താണ് ആ ഒരു ശില്പത്തെക്കുറിച്ചും നമ്മൾ ആദ്യം ആ ശില്പം കണ്ട സമയത്ത് ആ യേശുവിനെയും കന്യാമറിയത്തിന്റെയും ദുഃഖം പറഞ്ഞു. അതിനുശേഷം എന്താണ് ONV കുറുപ്പ് കവിയുമായിട്ട് താതാത്മ്യപ്പെടുന്നത് നമ്മൾ അനുഭവിച്ചു. അതിനുശേഷം എന്താണ് ഇനിയാണ് ആ ശില്പത്തിന് ഇന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഭാഗം എന്താണ് അടുത്ത ഭാഗത്താണ്. നന്ദി മൈക്കലാഞ്ചലോ, നിന്റെ സംഗീതം, നിന്റെ കണ്ണീരും ഉറഞ്ഞ് ഈരാർന്നുരി പിയത്തയെ എന്നുള്ളിൽ എടുത്ത് അതിഭദ്രമായി ഞാൻ പിന്തിരിയുമ്പോൾ. അങ്ങനെ ഈ ഒരു ശില്പം ഞാനിങ്ങനെ കണ്ടു, യേശുവിൻ്റെ ആ കാലങ്ങളൊക്കെ ഞാൻ ഓർത്തു, നിന്റെ ആ ഒരു എഫേർട്ട് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഈ ഒരു ശില്പം കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ആ ശില്പത്തെ അതിമനോഹരമായിട്ട് എടുത്തിരുത്തിയിട്ട് അധിക കാലമായിട്ടില്ല. എന്നിട്ട് പിന്തിരിയവേ എന്ന് ഉദ്ദേശിക്കുന്നത് അധിക കാലമായിട്ടില്ല. അപ്പോഴേക്കും ഞാൻ എന്താണ് പത്രത്തിൽ ഒരു വാർത്ത കേട്ടു. എന്താണ്, ഇടിവെട്ടുമ്പോലൊരു ചുറ്റിക മുട്ടും ശബ്ദം. ഇടിവെട്ടുന്നത് പോലെ അത്രത്തോളം എന്താണ് ഈ ലോകത്തെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിക്ക് ഒരു ശബ്ദം കേട്ടു. എന്തായിരുന്നു നമ്മുടെ ഡ്രഗിനൊക്കെ അടിമയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ശില്പം എന്താണ് നശിപ്പിച്ചു. ചുറ്റിക മുട്ടും ശബ്ദം. തകർന്നു വേൺ പൊട്ടുകൾ പൊടികളായി ദയാർദ്രതയുടെ വെളുത്ത കൈത്താമര. കൺപോള നിഷാദ നീ നിർത്തു, കണ്ണില്ലെനിക്കില്ല കൈ ഞാൻ ഇല്ലാതായി. അങ്ങനെ എന്താണ് എന്ത് ചെയ്തു, നമ്മുടെ ചുറ്റിക മുട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. തകർന്നുപോയി ആ വെൺശില്പം, പൊടിയായിട്ട് തകർന്നു പോയി. എന്നിട്ടോ ദയാർദ്രതയുടെ വെളുത്ത കൈത്താമര, ആ ദയാർദ്രതയുടെ കരുണയായിട്ടുള്ള ആ പിയത്തയുടെ എല്ലാം എന്താണ് ആ ഒരു ശില്പഭഞ്ചകൻ നശിപ്പിച്ചു. എന്താണ് നിഷാദ എന്ന് വെച്ചാൽ കാട്ടാള. നമ്മുടെ ആദിമ കാവ്യമായിട്ടുള്ള രാമായണത്തിലൊക്കെയാണ് നമ്മൾ നിഷാദ എന്ന വാക്ക് കേട്ടിട്ടുള്ളത്. അപ്പം എന്താണ് കാട്ടാള നീ നിർത്തു. കാട്ടാള എന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ വിളിക്കേണ്ടത് പോലും. അങ്ങനെയുള്ള ഒരു ദുഷ്ടൻ എന്ത് ചെയ്തു, ആ ഒരു ശില്പം നശിപ്പിച്ചു. അതിന്റെ കണ്ണില്ലാതെയായി, കൈ ഇല്ലാതെയായി. അങ്ങനെ കണ്ണും കൈയും ഇല്ലാതായതോടുകൂടി ആ ശില്പം ഇല്ലാതെയായി. അപ്പോൾ ഞാനും എന്താണ് ഇല്ലാതായി എന്ന് ONVക്ക് തോന്നുകയാണ്. ആ ശില്പം ഇല്ലാതായതോടുകൂടി ഞാൻ ഇല്ലാതായി എന്ന് ONV കുറുപ്പിന് തോന്നുന്നു. വൃദ്ധനായി അസ്വസ്ഥനായി ഒന്ന് ഉറങ്ങുവാൻ പോലും ഡ്രഗുകൾ തേടിപ്പോകും ഈ ശതാബ്ദത്തിൻ ഭ്രാന്തജൽപ്പനം കേട്ടേൻ. അങ്ങനെ എന്താണ് ഇന്നത്തെ ആളുകളുടെ ഒരു രീതിയാണ് പറയുന്നത്. ഒന്ന് ഉറങ്ങാൻ പോലും എന്താണ് ഡ്രഗുകൾ തേടിപ്പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ആളുടെ ആ ഒരു നിങ്ങൾക്ക് അടിയിൽ കാണാം എന്താണ് ചെറുപ്പക്കാരന്റെ പേരും കാര്യങ്ങളൊക്കെ. ആ ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, ജൽപ്പനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ പിച്ചും പെയ്യാന്ന് പറയാന്ന് പറയില്ലേ, കാരണം ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞത്, ഞാനാണ് യേശു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിന്റെ ആ ഒരു ശില്പം തകർക്കുന്നത്. ആ ജൽപ്പനം കേട്ടേൻ പിന്നെ തച്ചുടയ്ക്കുവാൻ മാത്രം ചുറ്റികയെടുത്തൊരു പയ്യന്റെ ചുണ്ടിൽ നിന്നും. ആ ചുറ്റികയെടുത്ത പയ്യന്റെ ചുണ്ടിൽ നിന്നും എന്താ കേട്ടത്, ഞാനാണ് യേശു എന്ന് പറയുന്ന ഒരു ഭ്രാന്തമായിട്ടുള്ള ജൽപ്പനം. എന്നിട്ട് ആ ശില്പം നശിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അവന് ചുറ്റും ബിംബഭഞ്ചകൻ എന്ന പരിവേഷം അണിയിക്കുവാൻ ഏതോ ക്യാമറ കണ്ണ് ചിമ്മുന്നു. അപ്പൊ എന്താണ് ഇന്നത്തെ മാധ്യമപ്രവർത്തകരുടെ ഒരു രീതി പറയാണ്, ആ ശില്പത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു പറയുകയല്ല, മറിച്ച് എന്താണ് ആ ശില്പഭഞ്ചകനായിട്ടുള്ള വ്യക്തിയെ കൂടുതൽ എന്താണ് പോപ്പുലർ ആക്കുക, അല്ലെങ്കിൽ കൂടുതൽ എന്താണ് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ശ്രമിക്കുന്നത്. അവന് കൂടുതൽ ഒരു ക്യാമറ ഫേസ് കൊടുക്കുക, അല്ലെങ്കിൽ അവനെ കൂടുതൽ അവനെ കൂടുതൽ മാധ്യമങ്ങളിൽ കാണിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അല്ലാതെ ഈ ശില്പത്തിന്റെ മേന്മ പറയാൻ ഒരു മാധ്യമ പ്രവർത്തകരും എന്താണ് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ മാപ്പ് നൽകുകൻ പ്രിയ മൈക്കലാഞ്ചലോ മാപ്പ് ഇവർ ചെയ്യുന്നതെന്ത് ഇവരറിയില്ല. അപ്പം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. കാരണം ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു കലാശില്പമാണ് ഇവർ നശിപ്പിച്ചത്. അത് ഇനി വരുന്ന കാലഘട്ടത്തിൽ പോലും എന്താണ് ഇത്തരം ആളുകളെയും അതുപോലെ തന്നെ നമ്മുടെ മുൻകാലങ്ങളിൽ സംഭവിച്ച അത്രയും മഹത്തരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് പോലും ചിന്തിക്കാനുള്ള ഒരു ബോധം എന്താണ് ഇന്നത്തെ തലമുറയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് എനിക്കും എന്താണ് മാപ്പ് നൽകൂ, കാരണം ഞാനും ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കവിത അവസാനിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയുടെ ആശയം. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു പാഠവുമായിട്ട് കാണാം. ഇനി ഏത് പാഠമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അതുവരെ ബൈ ഗൈസ്.